ഇപ്പോൾ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ശാലിനി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ഒരു സെക്കൻഡ് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് മടങ്ങി വന്നതിന് ശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം. ശാലിനി, വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നടക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നീലിമ, ABP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചൊരു പ്രതിഷേധത്തിലേക്കാണ് ABP ഈ ഘട്ടത്തിൽ കടക്കാൻ പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്ന് രാവിലെ ഈ സംഭവം നടന്നതിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ, ഒപ്പം തന്നെ എന്തു നോക്കിയിട്ടാണ് ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്, ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ABP അടക്കമുള്ള യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ. ഈ ഘട്ടത്തിലാണ് നാളെ ABP വിദ്യാഭ്യാസ ബന്ദ് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് തലസ്ഥാനത്ത് ഇത്തരത്തിൽ രാത്രികാല പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ചിലേക്ക്, പ്രതിഷേധ സമരത്തിലേക്ക് ABP കടക്കുകയാണ്. ഇതിൽ കൃത്യമായി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരും. അതുപോലെ തന്നെ ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇതുപോലൊരു ദാരുണ സംഭവം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാത്രിയും ABP ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്നത്. ശരി ശാലിനി, ABVPയുടെ കടുത്ത പ്രതിഷേധമാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത്.